നമ്മൾ സാധാരണ കാണുന്ന സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോറിൽ രണ്ട് തരത്തിലുള്ള വാൽവുകൾ കാണാം. അതിലൊരെണ്ണം സക്ഷൻ സർവീസ് വാൽവും രണ്ടാമത്തേത് ലിക്വിഡ് ലൈൻ സർവീസ് വാൽവുമാണ്. ഇപ്പോൾ കുറേ നാൾ ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ സർവീസ് വാൽവിൻ്റെ ഉള്ളിൽ ഒരു റബ്ബറിൻ്റെ വാഷറുണ്ട്. അപ്പോൾ അതിന് തേയ്മാനം വരും. തേയ്മാനം വന്നു കഴിയുമ്പോൾ ആ ഗ്യാപ്പിൻ്റെ അകത്തൂടെ റിഫ്രിജറൻറ്റ് ലീക്ക് ആകാൻ തുടങ്ങും. സാധാരണയായിട്ട് ചെയ്യുന്നത് ഇങ്ങനെ ലീക്ക് ഉണ്ടായാൽ ആ വാൽവ് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് അങ്ങനെ ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റബ്ബറിൻ്റെ വാഷർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്രൈൻഡർ ഉപയോഗിച്ച് വാൽവിൻ്റെ സൈഡ് ഭാഗം ഗ്രൈൻഡ് ചെയ്ത് കളയുക. അതിനുശേഷം ഒരു അലൻ കീ ഉപയോഗിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് അതിനുള്ളിലുള്ള നട്ടും വാഷറും പുറത്തെടുക്കുക. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ വാൽവ് സ്റ്റെം എന്ന് പറയുന്നത്, അഥവാ നട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റത്താണ് ആ റബ്ബറിൻ്റെ വാഷറുള്ളത്. അപ്പോൾ അത് തേയ്മാനം വന്ന് അത് പൂർണ്ണമായിട്ടും തേഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യമായിട്ട് ആ തേഞ്ഞു തീർന്ന ആ വാഷർ നമുക്ക് അതിൽ നിന്ന് ഊരി മാറ്റണം. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഊരി മാറ്റിയ പഴയ വാഷറിന് പകരം ആ സെറ്റിൽ നിന്ന് പുതിയ ഒരു വാഷർ കണക്ട് ചെയ്യുക. അപ്പോൾ ആ കാണിച്ചിരിക്കുന്ന സെറ്റിൻ്റെ അകത്ത് പല വലിപ്പത്തിലുള്ള വാഷറുകൾ കാണാം. കാരണം സ്പ്ലിറ്റ് എ സിയുടെ ടണ്ണേജ് എന്ന് പറയുന്നത് 1 ടണ്ണ് തൊട്ട് 15 ടണ്ണ് വരെയാണ്. അപ്പോൾ 15 ടണ്ണ് വരെയുള്ള ഡക്റ്റബിൾ സ്പ്ലിറ്റ് എ സി ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പ്ലിറ്റ് എ സികളെല്ലാം തന്നെ പല വലുപ്പത്തിലുള്ള സർവീസ് വാൽവുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ സർവീസ് വാൽവിനും പറ്റിയ ആ വാഷറുകൾ ഈ കിറ്റിൻ്റെ അകത്ത് ഉണ്ട്. പുതിയ വാഷർ വാൽവ് സ്റ്റെമ്മിൽ ഇടുന്നതാണ് ഈ കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ സർവീസ് വാൽവിനുള്ളിലേക്ക് ഒരു അലൻ കീ ഉപയോഗിച്ച് വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. വാൽവ് സ്റ്റെമ്മിലുള്ള വാഷർ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഊരിയ അലൻ കീ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വാൽവിനുള്ളിലേക്ക് വാൽവ് സ്റ്റെം കയറ്റി ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തന്നെ പല വാൽവിനും പല ഡയമീറ്ററാണുള്ളത്. അപ്പോൾ അതിനകത്തുള്ള വാൽവ് സ്റ്റെമ്മിൻ്റെ അകത്തുള്ള അലൻ കീ സ്ലോട്ടിനും വ്യത്യാസം വരും. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള അലൻ കീ വേണം നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ. സാധാരണയായിട്ട് ഇതുപോലെ വാൽവിന് ലീക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ടെക്നീഷ്യന്മാരും ആ വാൽവ് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ടാസ്ക്കാണ്. കാരണം പഴയ വാൽവ് നമ്മൾ സിസ്റ്റത്തിൽ നിന്നും കട്ട് ചെയ്ത് അവിടെ പുതിയ വാൽവ് വെച്ച് ബ്രേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ വലിയൊരു ജോലിയാണ്. ബ്രേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയ ലാഭം ഉണ്ടാവും. കൂടാതെ ഒരു പുതിയ വാൽവ് പോലെ തന്നെ അത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.